ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദൈവം എങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പം മനോഹരൻ ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യണം. ഞാൻ ഇന്നലെയൊക്കെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാക്കമേഘ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ പാർക്ക് ലാൻഡ്സിലാണ് നിൽക്കുന്നത്. അപ്പം ഈ കാക്കമേഘയിൽ നിന്ന് മനോഹരൻ ആദ്യമൊക്കെ 1 മാസം ഒരിക്കൽ വരുമായിരുന്നു, പിന്നെ 2 മാസത്തെ ഒരിക്കലായി. പിന്നെ ഞങ്ങൾ ഡിസംബറിൽ കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ ജനുവരി 1-ാം തീയതി ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പിന്നെ മനോഹരനെ കണ്ടിട്ടേ ഇല്ല. അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 20 ആയല്ലോ. അപ്പം 80 ദിവസത്തോളം മനോഹരനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മനോഹരൻ എപ്പോൾ വരുമ്പോഴും സർപ്രൈസ് ആയിട്ടാണ് വരിക. കാരണം പൊഞ്ചീനെ കാണിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഫ്ലൈറ്റിനാണ് വന്നത്. അങ്ങനെ ഫ്ലൈറ്റിന് വരാറേ ഇല്ല. അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും നാട്ടിൽ പോയപ്പോൾ ഫ്ലൈറ്റിന് പോയിട്ട് പിന്നെ ഫ്ലൈറ്റിന് കയറിയിട്ടേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ മനോഹരൻ ഇന്നലെ ഫ്ലൈറ്റിന് വന്നു. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിസുമൂന്നാണ്. എന്ന് പറഞ്ഞാൽ കാക്കമേഘയിൽ നിന്ന് 2 മണിക്കൂർ കിസുമൂന്നിന് പോയിട്ട് കിസുമൂന്നാണ് ഫ്ലൈറ്റ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നൈറോബിയിലെത്തും. അപ്പോൾ അത് ഈ കൊച്ചു കൊച്ചു ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ആ ഫ്ലൈറ്റ് ഇന്നലെ ഇറങ്ങിയപ്പോഴത്തേക്കും ക്രാഷായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്നലെ ഭയങ്കര മഴയും കാർമേഘവും ഒക്കെ ആയിരുന്നു. എന്തൊക്കെയോ പ്രോബ്ലം വന്നിട്ട് ഇങ്ങനെ ജെർക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് ക്രാഷായി. അതിൻ്റെ ഇത് ഒടിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ. ചിലപ്പോൾ ഒക്കെ ഫുള്ള് കത്തിപ്പോവില്ലേ. അപ്പം കത്തുമെന്ന് വിചാരിച്ചു ഇവരിറങ്ങി ഓടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കയ്യിൽ. ഇറങ്ങി ഓടി. കുറേ പേർക്കൊക്കെ ഫോൺ അതിനകത്തായിപ്പോയി. മനോഹരൻ്റെ പെട്ടിയൊക്കെ അതിനകത്താണ്. പക്ഷേ ജീവനും കൊണ്ട് ഓടുകയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ മാറി നിൽക്കണമല്ലോ, കാരണം ബ്ലാസ്റ്റ് ആവുകയാണുള്ളത്. അങ്ങനെ ഓടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കത്തണില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തിരിച്ചു പോയി ഫോൺ നഷ്ടപ്പെട്ടവരുടെയൊക്കെ ഫോണൊക്കെ എടുത്തു. പിന്നെ ഇവരുടെ ബാഗൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നു ദൈവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മനോഹരൻ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പൊഞ്ചി ആർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. പൊഞ്ചിക്ക് മനോഹരനെ കണ്ടാൽ പിന്നെ എന്നെ വേണ്ട പൊഞ്ചിക്ക്. അല്ല, ഈ പെൺമക്കൾക്ക് എപ്പോഴും അച്ഛനെയാണല്ലോ ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും പറയും, എക്സ്പെൻസീവ് ആയിട്ടുള്ള പൊഞ്ചീനെ എൻ്റെ ഏൽപ്പിച്ചിട്ട് പോവില്ലേ, അവൾക്ക് എല്ലാം ആവശ്യമാണ്, എനിക്ക് ഭയങ്കര പാടാണ് ഇവളെ മാനേജ് ചെയ്യാന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പം മഞ്ജു വാര്യർ ദിലീപിൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയത് ചിലപ്പോൾ ഈ മക്കളെ വളർത്തണമെങ്കിൽ ഒത്തിരി കാശ് ചിലവുണ്ട്. പറയണ സാധനം മേടിച്ചു കൊടുക്കണം. കളിപ്പാട്ടങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ പറയണ മേടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ പറയണേ, പൊഞ്ചീനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ കരഞ്ഞ് ചാവേണ്ട ഒരു ദിവസമാണ്. ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പം ആള് ജീവനോടെ ഇരിക്കുന്നത്. അത്രമേൽ ഒരു വലിയ അപകടമാണ്. നമുക്കതിനെ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, അങ്ങനെ പറയാൻ പോലും പറ്റില്ല. അത്രയും വലിയ അപകടം. എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എവിടെ പോകുമ്പോഴും മനോഹരനോട് പറയും, ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിൽ ഉടിക്കുകയും ചെയ്യുന്ന എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം അത് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നുള്ള അത് ചൊല്ലിയിട്ട് പോകാൻ ഞാൻ പറയും. അപ്പോൾ നമ്മളെപ്പോലെ 33 പ്രാവശ്യം ചൊല്ലാനുള്ള ക്ഷമയൊന്നും പുള്ളിക്കുണ്ടാവില്ല. ഞാൻ ചൊല്ലും. പക്ഷെ ഞാൻ ചൊല്ലുന്ന ആർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഞാൻ ചൊല്ലുന്ന ഹസ്ബൻഡിനും കൊച്ചിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു കുഴപ്പവും വരില്ല. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ പുള്ളി ഒരു പ്രാവശ്യമൊക്കെ പ്രാർത്ഥിക്കുള്ളൂ. എന്നാലും ആ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചത് പോലും അത്ര പവർഫുള്ളാണ്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. എൻ്റെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങിപ്പോയെന്ന്. ഞാൻ വീഡിയോസ് ചുവടെ ഇങ്ങനെ ചേർക്കാട്ടോ ഇന്നലത്തെ അപകടത്തിൻ്റെ. പേടിച്ചിട്ട് ഉറങ്ങിയിട്ട് പോലില്ല. ഞങ്ങൾ എപ്പോഴും ബസ്സിനാണ് വന്നത്, ബസ്സിനാണ് പോണത്. കാശ് ഒത്തിരി കളയണ്ടല്ലോ. ഫ്ലൈറ്റിനാണെങ്കിൽ 10 രൂപയ്ക്കാവും, ബസ്സിനാണെങ്കിൽ 2000 രൂപയാവും. അപ്പോൾ പക്ഷേ ഈ തവണ ഞങ്ങളെ കാണാൻ പെട്ടെന്ന് വരാൻ ഒത്തിരി സമയം കളയണ്ടല്ലോ, ഒരു ദിവസം കളയണ്ടല്ലോ എന്നോർത്ത് ഫ്ലൈറ്റിന് വന്നതാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവിച്ചു. എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കില്ല ഇന്ന് അങ്ങനെയാണെങ്കിൽ. അപ്പം ഒരു 9 മണിക്കൂർ വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ടാണ് പാവം പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിന് വരുവാണെങ്കിൽ പെട്ടെന്ന് എത്തുമല്ലോ, പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമല്ലോ എന്നുള്ള രീതിയാണ് പുള്ളി അങ്ങനെ വന്നത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. Thank you, God. Thank you, God. Jackie! 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 Tony! What are you making? Come here. You lost what? Well, I leave it. You got it.